ഹായ് എവരിവൺ, ദിസ് ഇസ് എബിൻ സേ ഫ്രം എവിക്ക. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് എബിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ വന്ന എല്ലാ പുതിയ ആപ്പിളിന്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പെടുത്തുക. എന്നാൽ മാത്രമാണ് ഇതേപോലെ റെഗുലർ ആയിട്ട് വരുന്ന എല്ലാ ആപ്പിളിന്റെ അപ്ഡേറ്റ്സ് ന്യൂസും നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് എബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. തുടക്കത്തിൽ നമ്മുടെ അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 18.3.1 എന്ന അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട് ഒഫീഷ്യലി. പക്ഷേ ഇത് ബഗ് ഫിക്സ് ആയിട്ട് കൊണ്ടുവന്നെങ്കിലും ഇപ്പോഴും എൻ്റെ iPhone 16 ക്യാമറയുടെ ആ ഒരു സ്റ്റക്ക് നിലനിൽക്കുന്നുണ്ട്. അതേപോലെ കുറച്ചധികം കൂട്ടുകാർക്ക് കുറച്ചധികം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കും ഈ പറഞ്ഞ iOS 18.3.1 അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഉണ്ടാകുന്ന എന്തെങ്കിലും ബഗുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. സോ അതോടൊപ്പം iOS 18.4 പുതിയ ബീറ്റ ഒന്നും നമുക്ക് വന്നിട്ടില്ല. iOS 18.4 നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് EU അഥവാ യൂറോപ്യൻ യൂണിയനിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടിയ ഒരു വേറെ ന്യൂസാണ്, ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ചൈനയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആലിബാബയുടെ ചെയർമാനുകൾ കൂടി ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് ചൈനയിലേക്ക് കൊണ്ടുവരും എന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ നമുക്ക് നോക്കാൻ പോകുന്നത് iOS 18.4 എന്ന അപ്ഡേഷൻ നല്ല രീതിക്ക് മാസീവ് ഇംപ്രൂവ്മെൻ്റ് ആയിരിക്കും ഈ പറയുന്ന ആപ്പിൾ ഇൻ്റലിജൻസിനും സിറിക്കും കൊണ്ടുവരാൻ പോകുന്നത്. കാരണം രണ്ടാണ്. ഒന്ന്, ആപ്പിൾ ഇൻ്റലിജൻസ് യൂറോപ്യൻ യൂണിയനിൽ ഡെവലപ്പ് ചെയ്ത് റിലീസ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നു. അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ ചൈനയിലും കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ കണ്ടൊരു സിറി ആയിരിക്കില്ല ഇനി വരാൻ പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സും അതേപോലെ തന്നെ കുറേയധികം ഇറേഴ്സ് നമ്മുടെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ സമ്മറിലേക്ക് വന്നിരുന്നു, അതെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് എല്ലാ സെഗ്മെൻറ്റും നല്ല രീതിക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ സിസ്റ്റർ പെയർ കമ്പനിയാണ് ബീറ്റ്സ് ബൈ ഡോക്ടർ ഡ്രെ എന്ന് പറയുന്നത്. അഥവാ ആപ്പിൾ തന്നെ സ്വന്തമായി വാങ്ങിച്ചിരിക്കുന്ന ഒരു കമ്പനി ഈ ഒരു ബീറ്റ്സിൻ്റെ കമ്പനിയാണ്. ഹെഡ്ഫോൺസും നമ്മുടെ സ്പീക്കേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കമ്പനി. അവിടെ ഒരു പുതിയ പവർ ബീറ്റ്സ് പ്രോ 2 എന്ന് പറഞ്ഞ ഒരു ഹെഡ്ഫോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. അത് പക്ക ഫോർ ഈ വർക്കൗട്ട്സ്, അത്ലീറ്റ്സ് അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ അതിനൊരു മുൻഗണന എന്ന് പറയുന്നത് ആപ്പിൾ തന്നെയാണ് ഇതിനെ പവർ ചെയ്യുന്നത്. ആപ്പിളിൻ്റെ എയർപോർട്സിലെ H2 ചിപ്പൊക്കെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആദ്യമായിട്ടും നമുക്ക് ഈ പറയുന്ന ഹെഡ്ഫോൺസിൽ കറക്റ്റ് ഡയറക്റ്റായിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഡിറ്റക്ട് ചെയ്യാനുള്ള സെൻസേഴ്സ് ബീറ്റ്സ് എന്ന കമ്പനി ഒളിപ്പിച്ചിട്ടുണ്ട്. സോ ഇത് ഡയറക്റ്റ്ലിയും ഇൻഡയറക്റ്റ്ലിയും ഒരേ കാര്യം തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന എയർപോർട്സ് പ്രോയിൽ നമുക്ക് ഹാർട്ട് ബീറ്റ് സെൻസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എന്തായാലും ഉണ്ടാവും. കഴിഞ്ഞ കുറേ ന്യൂസ് വീഡിയോസിലും അതേപോലെ ഈ ഒരു 2025 വരാൻ പോകുന്ന കുറേ പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എയർപോർട്സിൽ മിക്കവാറും ഈ പറഞ്ഞ ഹാർട്ട് റേറ്റ് സെൻസിങ് വരുമെന്ന്. അതിന് കൺഫേംഡ് ആയിട്ടും നമുക്ക് വരും. സോ അതിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഈ പറയുന്ന ബീറ്റ്സിൻ്റെ പവർ ബീറ്റ്സ് പ്രോ എന്ന് പറഞ്ഞ ഡിവൈസിൽ നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത്. സോ 2025 ആ ഒരു ടൈമിൽ പ്രൊഡക്ട്സുകളുടെ ലിസ്റ്റിൻ്റെ വീഡിയോയുടെ കാര്യം ഞാൻ കുറച്ച് മുമ്പ് മെൻഷൻ ചെയ്തു. ഇത് തന്നെയാണ് ആപ്പിളിൻ്റെ സ്വന്തം ടിം കുക്ക് ഒരു പുതിയ പോസ്റ്റർ അല്ലെങ്കിൽ പുതിയൊരു കാര്യം ടീസ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഈ വരുന്ന ഫെബ്രുവരി 19 ആപ്പിളിനൊരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ആപ്പിൾ അതിനൊരു പുതിയ നെയിമും ടാഗും കൊടുത്ത് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആപ്പിൾ ലോഞ്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ വെൽക്കം ടു എ ന്യൂ മെമ്പർ എന്ന് പറയുന്ന ഈ ഒരു ക്യാപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിന് ടിം കുക്ക് ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ന്യൂ മെമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് അഫ്കോഴ്സ് ഒരു പുതിയ ആൾ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ ആളുടെ ഒരു പുതിയ പതിപ്പും അങ്ങനെയും ആവാം. അതുകൊണ്ട് തന്നെ iPhone SE ഒരു വലിയൊരു കംബാക്ക് ആയിരിക്കും ഈ ഒരു 2025 ഫെബ്രുവരി 19 നമുക്ക് കാണാൻ പോകുന്നത്. ഇതൊരു പക്ക പ്രോപ്പർ ഇവൻ്റ് ആയിട്ട് മിക്കവാറും ആപ്പിൾ അത് ഹോസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഒന്നെങ്കിൽ ഒരു പ്രീ റോൾ ഇവൻ്റ്, ഒരു നമ്മുടെ ഐപാഡൊക്കെ റിലീസ് ചെയ്തപ്പോൾ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഒരു വീഡിയോ വന്ന പോലെ, മാക്കിൻ്റെ ഒക്കെ ഒരു ഇവൻറ്റ് വന്ന പോലെ ഒരു 20 മിനിറ്റ് 10 മിനിറ്റ് ചെറിയ ഷോർട്ട് പ്രീ റോൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമുക്ക് കാണാൻ പോകുന്നത് ഒന്നെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് പ്രസ് റിലീസ് ഡയറക്റ്റ് ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് റിലീസ് ആയിരുന്ന
ഈ ഒരു രണ്ട് രീതിയിലായിരിക്കും മിക്കവാറും ഐഫോൺ SEയും ബാക്കി ഏതെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിൽ അത് വരാനുള്ള ചാൻസ്. അങ്ങനെ നമ്മുടെ ഫൈനലായിട്ട് 2025 ഏറ്റവും ആദ്യത്തെ പ്രൊഡക്റ്റും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐഫോണും ഈ ഒരു February 19th നമുക്ക് കാണാൻ പറ്റും. ഞാൻ തുടക്കം പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ പറഞ്ഞ ആപ്പിളിലെ സിസ്റ്റർ പെയർ കമ്പനി അല്ലെങ്കിൽ ആപ്പിൾ വാങ്ങിച്ചിരിക്കുന്ന ഒരു കമ്പനിയാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ആപ്പിൾ ഇപ്പോൾ ഒരു പുതിയ ആപ്ലിക്കേഷൻ കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട്, പിക്സൽ മീറ്റർ പ്രോ എന്ന് പറയുന്ന ഒരു ഫോട്ടോഷോപ്പ് പോലെ തന്നെ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ കിടപിടിക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഈ പറഞ്ഞ പിക്സൽ മീറ്റർ എന്ന് പറയുന്നത്. ആ ഒരു ആപ്ലിക്കേഷൻ ആപ്പിൾ വാങ്ങിച്ചിരിക്കുകയാണ്. സോ നമുക്കറിയാവുന്ന പോലെ ഫൈനൽ കട്ട് പ്രോ, ആപ്പിളിൻ്റെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, ലോജിക് പ്രോ, ആപ്പിളിൻ്റെ സൗണ്ട് മേക്കിംഗ് സൗണ്ട് ഡിസൈനിങ് ആപ്ലിക്കേഷൻ, അതേപോലെ കംപ്രസർ, അങ്ങനെ ആനിമേഷൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ആപ്പിളിന് മീഡിയ പരമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഇനി ആപ്പിളിനില്ലാത്തത് ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനായിരുന്നു, അതും കൂടെ ആപ്പിൾ ഇപ്പോൾ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഞാൻ കുറച്ചധികം കാലങ്ങളായിട്ട് പറയുന്നൊരു കാര്യമാണ് ആപ്പിളിൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു പിക്സൽ മീറ്ററിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലോഗോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ലോഗോ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമായിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടു മറന്ന പോലെ എവിടെയെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? വേറെ ഒന്നുമല്ല, ആപ്പിളിൻ്റെ തന്നെ റെയിൻബോ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഡിയം, നമ്മളല്ലെങ്കിൽ സ്റ്റേജ് ഈ പറഞ്ഞ ആപ്പിൾ പാർക്ക് കൂപ്പർട്ടിനുണ്ട്. ആ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ സ്റ്റേജ് ഉണ്ട്. ആ ഒരു സ്റ്റേജിൻ്റെ ആ ഒരു റെയിൻബോ കർവ്, ആ ഒരു കർവാണ് ഈ പറഞ്ഞ ആപ്പിളിൻ്റെ ഈ ഇനി വരാൻ പോകുന്ന പിക്സൽ മീറ്റർ പ്രോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ലോഗോ എന്ന് പറയുന്നത്. അവിടെ തിങ്കിങ് കണ്ടോ, എല്ലാ കാര്യത്തിലും അവിടെ ഒരു സിഗ്നേച്ചർ ആപ്പിൾ ഇടാറുണ്ട്. സോ നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാവണം. നമ്മൾ എന്ത് ചെയ്താലും നല്ലതാണെങ്കിലും ആ ഒരു നല്ല കാര്യത്തിൽ നമ്മുടെ സിഗ്നേച്ചർ, അത് ഞാൻ ചെയ്തതാണ് അല്ലെങ്കിൽ ഇന്ന വ്യക്തി ചെയ്താണ് സിഗ്നേച്ചർ നമുക്ക് ഇടാൻ പറ്റുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അത് നല്ല കാര്യമാണ്. സോ നല്ലൊരു ടിപ്പായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ തോന്നി, അതുകൊണ്ട് പറഞ്ഞത് മാത്രമാണ്. അതോടൊപ്പം ആപ്പിൾ വാച്ച് സീരീസ് 10 യൂസേഴ്സ് ഇപ്പോൾ കുറച്ച് കംപ്ലയിൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ആപ്പിൾ വാച്ച് സീരീസിൽ ആദ്യമായിട്ട് പ്ലേ ബാക്ക് നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പാട്ട് വാച്ചിൽ തന്നെ കേൾക്കാൻ പറ്റിയ ഒരു സീരീസ് ആയിരുന്നു ആപ്പിൾ വാച്ച് സീരീസ് 10 എന്ന് പറയുന്നത്. ആ ഒരു 10 സീരീസിൻ്റെ സ്പീക്കേഴ്സിന് കുറച്ചധികം പ്രശ്നങ്ങളുണ്ടെന്ന് വേണം നമുക്ക് റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. സോ ആ ഒരു ഇഷ്യൂ മിക്കവാറും വൾഗർ ആവുന്നതിന് മുമ്പ് തന്നെ ആപ്പിൾ ചിലപ്പോൾ സോഫ്റ്റ്വെയർ ഇഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ബഗ് കൊണ്ടോ എന്തെങ്കിലും ചെയ്ത് ആപ്പിൾ റിസോൾവ് ചെയ്യുന്നതായിരിക്കും. അങ്ങനത്തെ ഒരു ബഗ് ഇപ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ ആപ്പിൾ വാച്ച് യൂസേഴ്സിൻ്റെ ഇടയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി മുതൽ ആൻഡ്രോയിഡ് ഡിവൈസുകളിലും ആപ്പിൾ TV+ എന്ന ആപ്ലിക്കേഷൻ അവൈലബിൾ ആകുന്നുണ്ട്. എല്ലാ സീരീസും അതേപോലെ MLS നമ്മുടെ മെസ്സിയൊക്കെ കളിക്കുന്ന ആ ഒരു മേജർ ലീഗ് സോക്കർ അതിൻ്റെയൊക്കെ സീരീസും അല്ലെങ്കിൽ ആ ഒരു സീസണെല്ലാം നിങ്ങൾക്ക് ഇനി മുതൽ ആൻഡ്രോയിഡ് ഡിവൈസ് ഉള്ള കൂട്ടുകാർക്കും കാണാൻ പറ്റും. ഈ ഒരു ന്യൂസ് വീഡിയോയിൽ പുതിയ പുതിയ കാര്യങ്ങളും അറിഞ്ഞോ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇതേപോലെ നിങ്ങൾക്ക് റെഗുലറായിട്ട് അപ്ഡേറ്റ്സും എല്ലാ കാര്യം അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഈസ് Evan Xavier signing from Evica.